വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രെൻഡ്സ് ആൻഡ് വ്ലോഗ്സ്. അപ്പോൾ ദേ നമ്മൾ ഇന്ന് എന്താ പറയുക, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ആയുർവേദ കോസ്മെറ്റിക്സ് ഐറ്റംസ് വാങ്ങിക്കാൻ പോവുകയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടെന്നുള്ളതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് ഇത് ആൻറ്റി മാർക്സ് ക്രീം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള എൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ അണ്ടർ ആംസിലുള്ള ഡാർക്ക്നെസ് ആണ്. അത് ചില സമയത്ത് അത് തന്നെ പോവും, ചില സമയത്ത് അത് അവിടെ ഉണ്ടാവും, അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിൽക്കണേ. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി ഡാർക്കണായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊന്ന് വാങ്ങിക്കാം എന്നുള്ളത്. ഇപ്പോഴാണ് ഞാൻ കുറച്ചൊന്ന് എന്നെ എന്താ പറയുക സ്നേഹിക്കാനും കെയർ ചെയ്യാനൊക്കെ തുടങ്ങിയത്. അതിൻ്റെ ഭാഗം തോന്നുന്നു ഞാൻ ഇതൊക്കെ വാങ്ങിച്ചു. പിന്നെ എന്തോ എനിക്ക് പൊതുവേ ഈ ആയുർവേദ പ്രോഡക്ട്സ് നമുക്ക് പെട്ടെന്ന് എഫക്റ്റ് ആവില്ല എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇപ്പോൾ പലതും യൂസ് ചെയ്ത് വന്നപ്പോൾ നല്ല എഫക്റ്റീവ് ആണ്. ഇപ്പോൾ എൻ്റെ മുഖമൊക്കെ അത്യാവശ്യം നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പലരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഗ്ലോ ആയി നന്നായിട്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് എനിക്കത് കുറച്ചും കൂടി വിശ്വസനീയമായി തോന്നിയത്. ആ ഒരു വിസിബിളായിട്ട് നമ്മളുടെ റിസൾട്ട് കുറച്ചും കൂടി നല്ല വിസിബിളായിട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനൊക്കെ ശരിക്കും നല്ല എഫക്റ്റ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ കണ്ണ് കാണാൻ ലൈറ്റിൻ്റെ കുറവും പ്ലസ് കണ്ണ് കാണായിരിക്കും. ഓക്കെ, ആക്നെ സ്പോട്ട്സ്, പിന്നെ സ്കാർസ് ആൻഡ് പിഗ്മെൻറ്റേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ യൂസേജ് ഇൻസ്ട്രക്ഷനാണ്. എക്സ്റ്റേണലി അപ്ലൈ തിൻ ക്രീം എ ഡേ ഓർ നൈറ്റ് ജെന്റ്ലി മസാജ് ഫോർ ബെറ്റർ റിസൾട്ട് റെക്കമെൻഡഡ് ഡെയിലി ബേസ്. ദിവസവും ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രാത്രിയോ അല്ലെങ്കിൽ പകലോ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആഗ്നെ സ്കാർസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലോ, പിമ്പിൾസിൻ്റെ മാർക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാക്കേജിങ് വരുന്നത്. ഇത് ഞാൻ വേദത്വയുടെ പ്രോഡക്റ്റ്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഒരു പ്രോഡക്ട്സിന് ഇച്ചിരി റേറ്റ് കുറച്ച് കുറവുണ്ട്. അതേസമയം നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മളതിന് ആ ഒരു സ്മെല്ലും പിന്നെ അതേപോലെ എന്താ പറയുക കുറച്ചൊക്കെ ഒരു പതയും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ശീലിച്ച് വന്ന കാര്യങ്ങൾ അതായതുകൊണ്ട് നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. കാജലാണെങ്കിലും ഒക്കെ നല്ലതായിരുന്നു. അപ്പോൾ അവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ, ഞാൻ ചോദിച്ചിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ അതിൽ തന്നെ കാറ്റലോഗ്സ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കൂ കേട്ടോ, നല്ല പ്രോഡക്റ്റ്സ് ആണ് അവരുടെ. അപ്പോൾ ഇതാണ് ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസിങ് ക്രീം എന്നാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരണേ. അപ്പം ഞാൻ മൈക്ക് എടുക്കാൻ മറന്നുപോയി, അപ്പോൾ അത് കാരണം കുറച്ചൊക്കെ വേറെ സൗണ്ട്സ് ഉണ്ടാവും. സൗണ്ട് ഉണ്ടാക്കല്ലേ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് മോയ്സ്ചറൈസിങ് ക്രീമാണ്. നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുന്നതാണ്. ഡേ ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഇന്നലെ കാണിച്ച സൺസ്ക്രീൻ ജെല്ലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ പകൽ ഇതും കൂടി വേണ്ടാന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് അങ്ങനെ കുറേ ഒന്നും അപ്ലൈ ചെയ്യാൻ ഇഷ്ടമില്ല, കുറച്ചൊക്കെ ഒന്ന് അതായിരിക്കുക എന്നുള്ളത് മാത്രം ഉള്ളതുകൊണ്ട് ഇത് നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 200 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കണ്ണ് കാണാത്തതുകൊണ്ട് പറയാൻ വയ്യ. അപ്പോൾ എന്തായാലും ഞാൻ പ്രൈസ് നോക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചിട്ടില്ല. ഇതിൻ്റെ പാക്കേജ് ഇങ്ങനെയാണ്. ഇത് 50 ഗ്രാമോ അങ്ങനെ എന്തൊക്കെയാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് കേട്ടോ. വലിയ മോശമില്ലാത്ത ക്വാണ്ടിറ്റിയും നല്ലൊരു പ്രൈസിലുമാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇത് ഭയങ്കര അഫോർഡബിളായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതും വേദത്വയാണ്. ഇനി അടുത്തതാണ് നമ്മളുടെ രഹസ്യം എന്ന് പറയുന്നത്. ഇതാണ് പാക്കേജ്, ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് നമ്മളുടെ ഫേഷ്യൽ ബോംബ് എന്ന് പറയുന്ന സംഭവം. ഇത് നല്ല ഗ്ലോ തരും കണ്ടോ. ഒരു ചെറിയ ഹാർട്ട് ഷേപ്പിലാണ് ഇതിങ്ങനെ വരിക. അപ്പോൾ ഇത് ഞാൻ 8 എണ്ണത്തിൻ്റെ പാക്കറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ലൊരു നാച്ചുറൽ എന്തൊക്കെയാണ് പ്രോഡക്ട്സ് ഒന്നും പറഞ്ഞിടാം. മഞ്ജു അല്ല, മഞ്ചിഷ്ട. ഇത് മഞ്ചിഷ്ടയും കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് എൻ്റെ മുഖത്ത് ആ ഒരു ഗ്ലോ കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ട് ചോദിച്ചു, ഹസ്ബൻഡ് ചോദിച്ചു, നല്ല രസമായിട്ടിരിക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റിയ എന്ത് ചെയ്യണേന്നൊക്കെ ഇന്നലെ ചേട്ടൻ എന്നോട് ചോദിച്ചു. അപ്പോൾ ഒരെണ്ണം ഞാൻ സാമ്പിൾ കൊടുത്തയച്ചിട്ടുണ്ട്. പ്ലസ് ഞാൻ ബാക്കിയൊക്കെ ചേട്ടൻ ഒരാഴ്ചക്കേ വേണ്ടു. അപ്പോൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ട്രൈ ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെയിൻ ഐറ്റം സോപ്പ്. ഇന്നലെ എനിക്ക് അവർ തന്നപ്പോൾ ഞാനൊന്ന് വാങ്ങിച്ചപ്പോൾ കുറച്ച് ഷേപ്സ് ഒക്കെ കുറവായിരുന്നു ഉണ്ടായിരുന്നത്. കുറേ ഷേപ്പിലാണ് കേട്ടോ, പല പല മോൾഡിലാക്കിയിട്ടാണ് അവർ തരണേ. അപ്പോൾ അത് കാരണം തന്നെ ഈ പ്രാവശ്യം എനിക്ക് ഇങ്ങനെ പല മോൾഡുകളിലുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്ലവറോ ഇതുമ്പോൾ കുറേ ഡിസൈൻസ്, ഫ്ലവർ ഡിസൈൻസ് ഒക്കെ ഉണ്ട്. അയ്യോ കാണുന്നുണ്ട്, കണ്ടാ ഇങ്ങനെ ഒരു ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട്.
നല്ല സോപ്പാണ് കേട്ടോ, ഷിയ ബട്ടറിൻ്റെ സോപ്പാണെന്നാണ് പറയണത്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഭയങ്കരമായിട്ട് സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാമേജായി നശിച്ചു പോയിരുന്നു എൻ്റെ കാലിലത്തെ. അപ്പോൾ അത് നല്ല സൂപ്പറായിട്ട് സോഫ്റ്റായും നല്ല ക്ലീനായും ഇരിക്കുന്നുണ്ട്. ചെറിയൊരു പതയുണ്ട്, നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ അത് കാരണം ഇത് അടിപൊളി സോപ്പാണ്. 60 രൂപയാണെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ 2 റൗണ്ട് ഷേപ്പിൻ്റെ രണ്ട് സൈസിലാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെ 2. ഇത് സ്ക്വയർ ആണ്, ഇത് പ്ലെയിൻ ആണ്. ഇതിലൊന്നും ഡിസൈൻസ് ഇല്ല കേട്ടോ, ഇതിലൊന്നും ഡിസൈൻസ് ഇല്ല. പക്ഷേ ഇതിൻ്റെ സോപ്പിൽ ഈ പറഞ്ഞ നേരത്തെ കാണിച്ചെന്ന ആ ഒരു ഡിസൈൻ ഉണ്ട്. ഇതൊരു ഓവൽ ഷേപ്പിലുമാണ് വരണേ. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ അവരവിടെ ഹെയർ സീറം ഉണ്ട്, പിന്നെ നമുക്ക് തലയിൽ എണ്ണ തേക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സീറം ഉണ്ട്, പിന്നെ മുടി കൊഴിച്ചിലുള്ളതുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പറ്റുകയാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം പോകുമ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാനുണ്ട്, വിട്ടുപോയി. അവിടെ പോയിട്ട് മറന്നിട്ട് പോന്നു. പിന്നെ അണ്ടർ ഐ ജെല്ല് വാങ്ങിക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ അതവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം അത് വാങ്ങിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ പോകുമ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അതും കൂടി വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഞാൻ വേദത്വേന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഡോക്ടർ ജിജിയുടെ ആണ് ഈ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ. കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മിന്നാസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് പാക്കാണ്. ഇതും അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒരു സ്കിന്നൊന്ന് ക്ലീൻ ആവാനോ അല്ലെങ്കിൽ ഇത്തിരി നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ, ഞാനങ്ങനെ ഫേഷ്യലോ അല്ലെങ്കിൽ മുഖത്ത് ഒരു സാധനവും തേക്കില്ല. എന്നോട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ടിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ കുറച്ച് നിൻ്റെ മേക്കപ്പ് കിറ്റൊക്കെ എടുത്തുകൊണ്ടായിട്ട് അവളെ ഒന്ന് മേക്കപ്പ് ചെയ്ത് ഇറക്കായിരുന്നില്ലേ എന്ന് എന്നോട് ചോദിച്ചു. എനിക്ക് ദേഷ്യം വന്നു. എനിക്ക് അവളോട് ദേഷ്യപ്പെടാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, എടീ ഞാൻ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, അത് എത്ര പ്രാവശ്യം പറയാം, നീ എൻ്റെ വീഡിയോ കാണുന്നില്ലേ എന്നൊക്കെ ഞാൻ അവളോട് ചോദിച്ചു. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അവളോട് ചോദിച്ചാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്കങ്ങനെ ഇരിക്കാനൊന്നും ഇഷ്ടമില്ല. പിന്നെ ബ്യൂട്ടി പാർലറിൽ പോയാൽ തന്നെ ഇവരുണ്ടല്ലോ നല്ല മസാജൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഉറങ്ങി നല്ല സുഖമായിട്ട് ഉറങ്ങി. AC യുടെ സെറ്റപ്പൊക്കെ കാരണം സുഖമായിട്ട് ഉറങ്ങി നല്ല സെറ്റായിട്ട് വരുമ്പോൾ ഒരു പറയും എഴുന്നേറ്റോട്ടാ കഴിഞ്ഞു കൂട്ടാന്ന്. അതെനിക്ക് ഭയങ്കര സങ്കടം എന്നുള്ളതിനേക്കാൾ ഉപരി നല്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ച് വിടുമ്പോഴേ ആകെ ബാലൻസ് പോയി കിളി പോയിട്ട് വീട്ടിൽ പോകണ അവസ്ഥയാണ്. പിന്നെ എനിക്ക് ഭയങ്കര തലവേദന ഇതൊക്കെയാവും. അങ്ങനെയൊക്കെയുള്ള മടിച്ചിയായ എനിക്ക് ഞാൻ വിചാരിച്ചു ഇടയ്ക്കൊന്ന് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാവുമ്പോൾ മാത്രം ഒന്ന് എന്താ പറയുക വേഷം കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ്. അങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്ത് ആ കുട്ടിയോട് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു, ചേച്ചി ഇത് കൊണ്ടുപോയാൽ മതി. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ബ്രൈഡ്സ് ഒക്കെ കൊണ്ടുപോകുന്നതാണ്, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഉണ്ടാകുമ്പോൾ എല്ലാവരും കൊണ്ടുപോകുന്നതാണ്. ഞാനും യൂസ് ചെയ്യുന്നതാണ്. ഇത് അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് ആണ്. ഓർഗാനിക് ആൻഡ് നാച്ചുറൽ സ്കിൻ കെയർ സ്കിൻ ബ്രൈറ്റനിങ് പാക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് ഒരു പ്രാവശ്യം യൂസ് ചെയ്തു, അടിപൊളിയാണ്. ഇത് റോസ് വാട്ടറിലോ പാലിലോ അതല്ല വെച്ചാൽ വെള്ളത്തിലോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഇത് ആദ്യം ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്ത ഒരു പേസ്റ്റ് പരുവത്തിലാവുമ്പോൾ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം അതൊന്ന് ഡ്രൈ ആയി തുടങ്ങുമല്ലോ. ഡ്രൈ ആയി തുടങ്ങുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ റോസ് വാട്ടറോ അല്ലെങ്കിൽ വെള്ളം പാൽ ഏത് തന്നെയാണോ അതും കൂടി ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് തൊട്ട് ഇങ്ങനെ നനച്ച് കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് ടൈം അത് ഒന്നും കൂടിയും ഡ്രൈ ആയി വരുന്ന സമയത്ത് മുഖം കഴുകിക്കളയാം. അത്രേ ആവശ്യമുള്ളൂ. പക്ഷേ നല്ല റിസൾട്ട് ഉണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇവരുടെ എക്സ്ട്രാ ഒരു വീഡിയോ ഉണ്ട്, അതിൽ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ ഇത് കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതും ഞാൻ അതിൻ്റെ കൂടെ വാങ്ങിച്ചാണ്. ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പ്രോഡക്ട്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതായത് പെട്ടെന്നുള്ള ആ ഒരു റിസൾട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. പക്ഷേ അടിപൊളി പ്രോഡക്ട്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങി നോക്കുക, അടിപൊളി സംഭവമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.